ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡ്രോയിങ്ങോ അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കോ അല്ല കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ. ഗേൾസിൻ്റെ യൂണിഫോം ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ യൂണിഫോം ടോപ്പ് ഞാൻ എൻ്റെ മോൾക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കിഡ്സിനും ബിഗിനേഴ്സിനും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കാണിക്കുന്നത്. സ്കൂൾ യൂണിഫോം ടോപ്പ് നീറ്റായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ഫിറ്റിങ്സും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. യൂണിഫോം ടോപ്പ് തയ്ക്കാനായിട്ട് 2 മീറ്റർ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നീളത്തിലും പിന്നെ വീതിയിലും 2 ആക്കിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. അതായത് ടോട്ടൽ 4 മടക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 ആക്കി മടക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ മെഷർമെന്റ്സ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എൻ്റെ മോളുടെ അളവുകളാണ് കേട്ടോ ഇതിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ ഷോൾഡർ 6 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് ഷോൾഡർ എടുത്തതിന് ശേഷം 2.5 ഇഞ്ച് നെക്ക് വിടുത്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 4.5യും അതുപോലെ ബാക്ക് നെക്കിന്റെ ഇറക്കം 2.5യുമാണ്. 6 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ എടുത്തിട്ടുള്ളത്. ചെസ്റ്റിന്റെ അളവ് 7.5 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 9.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്ത് 8.5 ഇഞ്ചിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം താഴോട്ട് നമുക്ക് വരച്ച് യോജിപ്പിക്കാം. ടോപ്പിന്റെ ഇറക്കം നമുക്ക് 36 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 38 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കും. ബോട്ടം ഭാഗം ഞാൻ 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അവിടെ 1.5 ഇഞ്ച് മുകളിലോട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ശേഷം വേസ്റ്റ് ഭാഗത്ത് നിന്നും നേരെ താഴോട്ട് നമുക്ക് വരച്ചെടുക്കാം. ഈ വരച്ചെടുത്തതിലൂടെ ഞാൻ ഫ്രണ്ടും ബാക്കും വെവ്വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ബാക്ക് നെക്ക് 2.5 ഇഞ്ചും അതുപോലെ ഫ്രണ്ട് നെക്ക് 4.5 ഇഞ്ചും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം. എൻ്റെ മോൾക്ക് ഫുൾ കൈയാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈയിൻ്റെ ഇറക്കം 20 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1/2 ഇഞ്ച് മുകളിൽ അറ്റാച്ച് ചെയ്യാനും അതുപോലെ താഴെ മടക്കി അടിക്കാനുമുള്ള 1/2 ഇഞ്ച് 1.5 ഇഞ്ചും കൂട്ടി 2 ഇഞ്ചാണ് ഞാൻ 20 ഇഞ്ചിലേക്ക് 2 ഇഞ്ചും കൂടി കൂട്ടി 22 ഇഞ്ച് അടയാളപ്പെടുത്തി. മുകളിൽ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൽ നിന്നും താഴോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലോട്ട് ഒരു കർവ് രൂപത്തിലൊരു വര വരച്ചെടുത്തു. കണ്ടില്ലേ, ഇതുപോലെ ഒരു താഴോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒരു കർവ് വരച്ചു. പിന്നീട് അത് താഴോട്ട് മുഴുവനായിട്ട് വരച്ച് ചേർത്ത് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്താൽ ഉണ്ടാവുക. മുകളിൽ 1/2 ഇഞ്ച് ടോപ്പുമായി അറ്റാച്ച് ചെയ്യാനും താഴെ 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനുമുള്ളതും കൂടി എടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് വേണം കേട്ടോ. 5 ഇഞ്ച് വീതിയും അതുപോലെ 7 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 5.5 ഇഞ്ച് നീളവുമുള്ള മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നെക്ക് അടിച്ചെടുക്കാൻ നമ്മളൊരു പീസ് എടുത്തിട്ടില്ലേനോ, ആ പീസും കൂടി വെച്ച് നെക്ക് നമുക്ക് അടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു പീസുണ്ടല്ലോ, ഈ പീസിൻ്റെ 3 വശവും നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ 3 വശവും ഒന്ന് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ അടിക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രണ്ട് പീസുമായിട്ടൊന്ന്
പിന്നി വെച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാനാണ് കേട്ടോ ഇതുപോലെ പിന്നി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മറിച്ചെടുത്തതിന് ശേഷം 1/4 ഇഞ്ച് അളവിൽ നമുക്ക് ഈ നെക്കൊന്ന് തയ്ച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ തയ്ച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ തയ്ച്ചെടുത്തതിൻ്റെ ബാക്കി വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ പിന്നൊക്കെ മാറ്റിയിട്ട് ഇത് മറിച്ചടിച്ചെടുക്കാം. നമുക്ക് തിരിച്ച് മുമ്പോട്ടിട്ട് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വലിച്ച് പതിച്ചടിച്ചു കൊടുക്കണം. അതിന് ശേഷമാണ് നെക്ക് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ വലിച്ചു പിടിച്ചതിന് ശേഷം ഈ നെക്ക് ഇതിലൂടെ ഇങ്ങനെ അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിൻ്റെ ഈ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ 3 വശവും അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വശവും തമ്മിൽ ഒന്നിച്ച് വെച്ച് പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നെക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഷോൾഡറുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നല്ല ഭാഗങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്തെടുത്താലോ. അതിന് കൈയിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു നടുഭാഗം, അവിടെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗവും തമ്മിൽ ഒപ്പം വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിന് ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ എങ്ങോട്ടും നീങ്ങില്ല. ശേഷം ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്കും അടിച്ചെടുക്കാം. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലൂടെ കൈ അടിച്ചെടുത്ത സമയത്ത് ഇതിലൂടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പതിച്ചടിക്കുകയും വേണം. ഇതിലൂടെ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇനി കൈയിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കിയതിന് ശേഷം പിന്നീട് ഒരു 1/4 ഇഞ്ചും കൂടെ മടക്കി ഇതൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവ തമ്മിലൊന്ന് കൂട്ടിപ്പിടിച്ച് ഈ കയ്യിൻ്റെ ഭാഗത്ത് നിന്നും ഇതിലൂടെ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? എൻ്റെ മോൾക്ക് നന്നായിട്ട് പാകമാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഗേൾസ് യൂണിഫോം ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചില്ലേ? വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ ടൈലറിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.